നമുക്കറിയാം എലിജിബിലിറ്റി ടെസ്റ്റുകൾ അധ്യാപകരാകാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം എലിജിബിലിറ്റി ടെസ്റ്റുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ പ്രധാനമായിട്ടും 4 തരം എലിജിബിലിറ്റി ടെസ്റ്റുകളാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കേട്ടറ്റ് ആണ്, മറ്റൊന്ന് സെറ്റ് ആണ്, പിന്നെ ഒന്ന് സീടെറ്റ്, പിന്നെ നെറ്റ്. ഇതിൽ കേട്ടറ്റ് സെറ്റ് പരീക്ഷകൾ ഇപ്പോൾ നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പരീക്ഷകൾക്കൊക്കെ നെറ്റ് പോലുള്ള പരീക്ഷകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ എക്സംഷൻ തരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ വിധി മുഖാന്തരം അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് കേട്ടറ്റിന് കേട്ടറ്റ് തന്നെ വേണം, സീടെറ്റിന് സീടെറ്റ് തന്നെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കേട്ടറ്റ്, എന്താണ് ഈ സെറ്റ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം കേട്ടറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. കേട്ടറ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും 2 തവണ നടക്കുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഇനി ഇത് നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പരീക്ഷാ ഭവനാണ് ഇത് നടത്തുന്നത്. 4 കാറ്റഗറികളിലായിട്ടാണ് നമ്മുടെ കേട്ടറ്റ് നടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1 LP ക്ലാസ്സുകളിലെ അധ്യാപകർക്ക്, കേട്ടറ്റ് കാറ്റഗറി 2 UP ക്ലാസ്സുകളിലെ അധ്യാപകർക്ക്, കേട്ടറ്റ് കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സിലെ അധ്യാപകർക്ക്. ഇനി കേട്ടറ്റ് കാറ്റഗറി 4 എന്ന് പറയുന്നത് ഹിന്ദി, നമ്മുടെ ഉറുദു, സംസ്കൃതം, അറബി തുടങ്ങിയിട്ടുള്ള ഭാഷാ അധ്യാപകർക്കും അതുപോലെ തന്നെ ആർട്ട്, ക്രാഫ്റ്റ്, സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുമാണ് കേട്ടറ്റ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ വർഷവും 2 തവണ ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലുമാണ് ഇതിന്റെ ആ ഒരു സൈക്കിൾ വരുന്നത്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. വർഷത്തിൽ 2 തവണയാണ് നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ BEdോ DLEdോ ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2ാം വർഷം, കോഴ്സിൻ്റെ 2ാം വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷകൾക്കൊക്കെ അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സൈക്കോളജി, അതുപോലെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ സയൻസ്, EVS, മാത്സ്, പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയുന്നത്. 150 മാർക്കിനാണ് കേട്ടറ്റിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഈ 150 മാർക്കിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതാണ്. ജനറൽ വിഭാഗക്കാർക്ക് 90 മാർക്കും SC ST OBC വിഭാഗക്കാർക്ക് 82 മാർക്കും ഭിന്നശേഷിക്കാർക്ക് 75 മാർക്കുമാണ് കേട്ടറ്റ് പാസ്സാകാനായി ആവശ്യമുള്ള മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടറ്റ് നമ്മൾ എഴുതി പാസ്സായാൽ എന്താണ് നമുക്ക് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പെർമനന്റ് അധ്യാപകരാകണമെങ്കിലും അല്ലെങ്കിൽ താൽക്കാലിക അധ്യാപകരാകണമെങ്കിലും നമുക്ക് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായി നമുക്ക് കേട്ടറ്റ് കൂടിയേ തീരുള്ളൂ. കേട്ടറ്റ് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ എഴുതിയെടുക്കേണ്ട ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റിലേക്ക് വരാം. സെറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ LBS സെന്റർ നടത്തുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഹയർ സെക്കൻഡറി അധ്യാപകർ, അതായത് +1, +2 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് എന്ന് പറയുന്നത്. കേട്ടറ്റിനെ പോലെ തന്നെ സെറ്റും വർഷത്തിൽ 2 തവണയാണ് നടക്കാറുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജൂണിലും ഡിസംബറിലും തന്നെയാണ്. ഓക്കെ, ഇനി സെറ്റിന് മറ്റു ചില വ്യത്യസ്തതകളുണ്ട്. സെറ്റ് എഴുതണമെങ്കിൽ നമുക്ക് PG ഉണ്ടാകണം. ഹയർ സെക്കൻഡറിയിലാണല്ലോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സെറ്റ് എഴുതണമെങ്കിൽ നമുക്ക് PGയും അതിനോടൊപ്പം BEdും ഉണ്ടാകണം. PG 50% കുറയാത്ത മാർക്കോട് കൂടി വേണം നിങ്ങൾ PG പാസ്സാകാനായിട്ട്. പക്ഷേ ചില വിഷയക്കാർക്ക് PG മാത്രമുണ്ടെങ്കിലും സെറ്റ് എഴുതാം. അതാണ് സെറ്റിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവർക്ക് BEdന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ആന്ത്രപ്പോളജി, കൊമേഴ്സ്, ജിയോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, സൈക്കോളജി, സോഷ്യോളജി, ഇങ്ങനെയുള്ള വിഷയക്കാർക്കൊക്കെ ധാരാളം വിഷയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വിഷയക്കാർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് വേണ്ട, BEd ഇല്ല, PG ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ PG ബയോടെക്നോളജിയിലാണെന്ന് കരുതുക. നിങ്ങൾ PG ചെയ്തത് ബയോടെക്നോളജിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BEd നാച്ചുറൽ സയൻസ് എന്നുള്ള വിഷയത്തിൽ ചെയ്തതിന് ശേഷം സെറ്റ് എഴുതാനായിട്ട് സാധിക്കും. ഇനി അറബി, ഹിന്ദി, ഉറുദു പോലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ നിങ്ങൾക്ക് എന്തു മതി, BEdന് പകരം നിങ്ങളുടെ ഡിഗ്രിയോടെ PGയോടൊപ്പം നിങ്ങൾക്ക് എന്തു മതി, DLEd ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷനോ മതിയാകും. അവിടെ BEdന്റെ ആവശ്യമില്ല. ഇനി
നമ്മുടെ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭ നൽകുന്ന കോഴ്സുകളുണ്ടല്ലോ, ഹിന്ദി കോഴ്സുകൾ, അവിടെയും നിങ്ങൾക്ക് അത് പഠിച്ചവർക്കും നിങ്ങൾക്ക് എന്തെഴുതാം, BEd ഇല്ലെങ്കിലും നിങ്ങൾക്ക് സെറ്റ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ കേട്ടറ്റും സെറ്റും ഒക്കെ ഏറ്റവും പ്രധാനമാണ്, ഏറ്റവും ആവശ്യമാണ് എന്ന ഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പരീക്ഷകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെറ്റിന് എന്ന് പറയുമ്പോൾ 2 പേപ്പറുകളാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ജനറൽ നോളജ്, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. പേപ്പർ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പറാണ്. സെറ്റിനും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കട്ട് ഓഫ് ഉണ്ട്. പേപ്പർ 1ന് ഇത്ര ശതമാനം മാർക്ക്, പേപ്പർ 2ന് ഇത്ര ശതമാനം മാർക്ക് എന്ന കൃത്യമായ നിബന്ധന എവിടെയുണ്ട്? സെറ്റ് പരീക്ഷയ്ക്കുണ്ട്. സെറ്റ് പരീക്ഷ പാസ്സാകണമെങ്കിൽ അത് വേണം എന്നുള്ള കാര്യം മറക്കരുത്. ഈ രണ്ട് പരീക്ഷകളുടെയും കോമൺ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, രണ്ടും എലിജിബിലിറ്റി ടെസ്റ്റുകളാണ്, അധ്യാപക യോഗ്യതാ പരീക്ഷകളാണ്. ഇത് രണ്ടും വർഷത്തിൽ 2 തവണ വിളിക്കുന്ന, 2 തവണ നോട്ടിഫിക്കേഷൻ വരുന്ന പരീക്ഷകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്. അത് അടുത്ത കാര്യം. നിങ്ങൾ ഒരു തവണ ഇത് എഴുതി കഴിഞ്ഞ് പാസ്സായാൽ ജീവിതകാലം മുഴുവൻ ഇത് വാലിഡ് ആയിരിക്കും. അടുത്തത്, ഇതിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഈ ഒരു പരീക്ഷയ്ക്ക് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും എഴുതി പാസ്സാകുന്നതാണ്. സെറ്റിലേക്ക് അധികം ആളുകളുടെ ശ്രദ്ധ പോകാറില്ല. പക്ഷേ ശ്രദ്ധ പോയാൽ നമുക്ക് HSST പോലെയുള്ള നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ അത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? സെറ്റ് പാസ്സായേ മതിയാവുകയുള്ളൂ. സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറ്റ് അതത് വിഷയങ്ങൾ പഠിച്ചവർ മാത്രമാണ് എഴുതുന്നത്. ഇപ്പോൾ സെറ്റ് മലയാളമാണെങ്കിൽ മലയാളം പഠിച്ചവർ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചവർ, മാത്സ് ആണെങ്കിൽ മാത്സ് പഠിച്ചവർ. അപ്പോൾ എന്താണ്, ഈ HSST പോലുള്ള പരീക്ഷകൾക്കുള്ള യോഗ്യതാ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഒരിക്കലും ഒരു UP സ്കൂൾ ടീച്ചർ പരീക്ഷയോ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയോ എഴുതുന്ന അത്രയും ആളുകൾ ഒരിക്കലും HSST പരീക്ഷകൾക്ക് ഉണ്ടാവാറില്ല. അവിടെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവാണ്, മത്സരിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പം നമ്മൾ നന്നായി പരിശ്രമിച്ചാൽ നല്ല വിജയം നമുക്ക് അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ കേട്ടറ്റും സെറ്റും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള 2 എലിജിബിലിറ്റി ടെസ്റ്റുകളാണ് ഇന്നത്തെ സെനോറിയോയിൽ നോക്കുമ്പോഴെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് എഴുതി പാസ്സാകാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ എലിജിബിലിറ്റി ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ റിപ്ലൈയുമായി ഞാനുണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.